പുരസ്കാരത്തിളക്കത്തിൽ നിൽക്കുകയാണ് മലയാള സിനിമ. സംസ്ഥാന ചലച്ചിത്ര അവാർഡിലും നാഷണൽ ചലച്ചിത്ര അവാർഡിലും മിടക്കാലാകാരന്മാര് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. ഈ പശ്ചാത്തലത്തിൽ അടുത്തതായി രാഷ്ട്രീയ കേരളം അവതരിപ്പിക്കുന്നു ദി പൊളിറ്റിക്കൽ അവാർഡ്സ്. പോയ മാസങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ബഹുമുഖ പ്രതിഭകളെ നമ്മൾ അവാർഡ് കൊടുത്ത് ആദരിക്കാൻ പോവാണ്. ആദ്യത്തെ കാറ്റഗറി മികച്ച ചിത്രം. ബെസ്റ്റ് പൊളിറ്റിക്കൽ മൂവി അവാർഡ് ഗോസ് ടു ഇണക്കവും പിണക്കവും. ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും ഇണക്കത്തിലൂടെയും പിണക്കത്തിലൂടെയാണ് ആ ചിത്രം മുന്നോട്ട് പോണത്. അടയും ചക്കരയുമായിരുന്നവര് പരസ്പരം മുഖത്ത് പോലും നോക്കാതെ പിണങ്ങി മാറിയിരിക്കുന്ന വൻ ട്വിസ്റ്റുകളുള്ള ഒരു ഗംഭീര ചിത്രം. താമരയും സൂര്യനും. അടുത്തതായി മികച്ച നടൻ. വളരെയേറെ മത്സരം നടന്നൊരു കാറ്റഗറി ആയിരുന്നത്. ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ദൈവം തന്ന വരദാനമാണ് എന്നതടക്കമുള്ള മാസ് ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ് ഗോസ് ടു VN വാസവൻ. ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് ഈ പിണറായി വിജയൻ എന്നാണ് കാലം കരുതി വെച്ച കർമ്മയോഗി സഖാവ് പിണറായി വിജയന്റെ പാദസ്പർശമേറ്റ ഈ മൈതാനം നവകേരള സദസ് മൈതാനം എന്ന് ഭാവിയിൽ അറിയപ്പെടുമ്പോൾ നമുക്കേറെ അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും പകരം. അടുത്തതായി മികച്ച നടി. ഈ കാറ്റഗറിയിലേക്ക് അത്ര വലിയ മത്സരം ഉണ്ടായിരുന്നില്ല. കാരണം അവാർഡ് കിട്ടിയത് അത്രയും വലിയ നടിക്കാണ്. ഡാൻസ് അറിയുന്ന മനുഷ്യത്വമില്ലാത്ത അഭിനേത്രി. ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഗോസ് ടു നൺ അതർ ദാൻ കലാമണ്ഡലം സത്യഭാമ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാന് കറുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണം എന്തിനാ? ഇതെന്തൊരു പാട്? എന്തോ ആയിക്കോട്ടെ, അതിശയിപ്പിച്ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ടാകും. അടുത്തതായി മികച്ച കുടുംബചിത്രം. കണ്ണീരും കിനാവും. കെ മുരളീധരനും പത്മജ വേണുഗോപാലും തകർത്തഭിനയിച്ച ചിത്രം. രണ്ട് സഹോദരങ്ങളുടെ സംഘർഷഭരിതമായ ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന ചിത്രം ഒരിറ്റ് കണ്ണീര് വീഴ്ത്താതെ നമുക്ക് കണ്ടു തീർക്കാനാവില്ല. അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സീറ്റ് കൊടുത്ത ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. അതാവുന്ന തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇമാരി ചതി. ഇതിനെ ചതി എന്നല്ലാണ്ട് എന്താ പറയുക? അടുത്തതായി ബെസ്റ്റ് സൂപ്പർസ്റ്റീഷ്യസ് ആർട്ടിസ്റ്റ്. കൂടോത്രത്തിന്റെ അഗാധ തലങ്ങളിലൂടെ സഞ്ചരിച്ച് കൂടോത്രത്തെക്കുറിച്ച് ആഴങ്ങളിൽ പഠിച്ച് കൂടോത്രം എവിടെയൊക്കെ ഉണ്ടാകുമെന്ന് ത്രികാലജ്ഞാനത്തിലൂടെ കണ്ടുപിടിച്ച ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഈ ഒരു സാധനം മാത്രമല്ല, അതിന് വേറെ സംഭവം അവൻ വരുന്നു. കാലിന് വെള്ളം കുറയോ അങ്ങനെയൊക്കെ ആയിരുന്നു. കാലിന് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ വീടിന്റെ ഏകദേശം ഷേപ്പെല്ലാം വരച്ചു വീടിന്റെ. അപ്പൊ സുധാകരനെ പറഞ്ഞു വിട്ടതാണ്. എന്ത് നടക്കുമെന്ന് എനിക്കറിയാം. ഞാനതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. അതിന് തടയിട്ടുട്ടുണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരൻ നിലയിൽ ഞാൻ ഇന്നുവരെ ആരെയും ദേവോദ്രവിപ്പിക്കാൻ പോയിട്ടില്ല. ഇതൊക്കെ ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ചില കഥകൾ ഇത് ഇലക്ഷൻ കഴിഞ്ഞ് പറയാം. എന്നെ നശിപ്പിക്കാനായിട്ട് ഞാനിരിക്കുന്ന ഓഫീസിന് മുകളിലൊക്കെ ചില ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ഫോട്ടോയും ഞാൻ നിങ്ങളെ കാണിക്കാം. അടുത്തതായി മികച്ച തമ്മിത്തല്ല്. ഈ കാറ്റഗറിയിൽ 2 പേർക്ക് അവാർഡ് ഉണ്ട്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സന്തോഷം മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ വന്നപ്പോൾ എനിക്ക് ആദ്യം സംസാരിക്കണം എന്ന് പറഞ്ഞ് മൈക്കിന് വേണ്ടി അടിയുണ്ടാക്കിയ കെ സുധാകരനും ആ വാശിക്ക് ഇംഗ്ലീഷ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് സുധാകരൻജിയെ നിഷ്കരുണം വലിച്ചെറിഞ്ഞിട്ട് കൊടുത്ത സതീശേട്ടനും ഈ പുരസ്കാരം പങ്കിട്ടെടുക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വെച്ചാൽ പോകും. എന്നാ പിന്നെ താനുണ്ടോ? ഇനി കൊടുക്കാൻ പോണത് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഇയർ അവാർഡാണ്. ഏറ്റവും കൂടുതൽ കടുത്ത മത്സരം നടന്ന കാറ്റഗറിയാണിത്. ഒടുവിൽ 2 പേര് അവാർഡ് പങ്കിട്ടെടുക്കാണ്. ആരൊക്കെയാണ്? സാക്ഷാൽ സുരേഷ് ഗോപി ആൻഡ് ഭീമൻ രഘു. ഒന്നാം പിണറായി ഇത് വന്നു.
രണ്ടാം പിണറായി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി മൂന്നാം പിണറായി വിജയൻ്റെ ഭരണം തന്നെ വീണ്ടും വരാൻ പോവാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഡിസൈസീവ് ലീഡർഷിപ്പാണ് അദ്ദേഹത്തിനുള്ളത്. ഡിസൈസീവ് ലീഡർഷിപ്പ്, അൺകറപ്റ്റഡ് ലീഡർ വിത്ത് എ വിഷൻ ഫോർ ദി സ്റ്റേറ്റ് കേരള. നെക്സ്റ്റ് ബെസ്റ്റ് സോഷ്യൽ മീഡിയ പെർഫോമർ കൊമ്രേഡ്സിന്റെ കണ്ണിലുണ്ണിയായ ഇപ്പോൾ കണ്ണിലെ കരടായ പോരാളി ഷാജി. ഇനി അവസാനത്തെ കാറ്റഗറി മികച്ച തിരക്കഥ. വിഴിഞ്ഞം പദ്ധതിക്കാണ് അവാർഡ്. പദ്ധതി യാഥാർത്ഥ്യമായതോടെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നേതാക്കളും കോമ്രേഡ്സും ജിമാരും ഒരുപോലെ രംഗത്തെത്തിയതുകൊണ്ട് ഈ അവാർഡ് 3 കൂട്ടരും ഒരുമിച്ച് സ്വന്താക്കിയിരിക്കുകയാണ് ഗൈസ്. ഒരു സ്വപ്ന പദ്ധതിയായ ഈ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഏറ്റവും അടുത്ത നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് ഈ വലിയ കപ്പൽ ഇവിടെ എത്തിച്ചേർന്നു എന്നതിൻ്റെ അർത്ഥം. ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കിക്കാണുന്നത്. കാരണം അത് UDFന്റെ കുഞ്ഞാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തർക്കങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായതും വയബിൾ ഗ്യാപ്പ് ഫണ്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായങ്ങൾ ദ്രുതഗതിയിൽ പ്രഖ്യാപിക്കുന്നതും കേന്ദ്രം ഫണ്ട് അനുവദിച്ചതും ചുവപ്പ് നാടയിൽ നിന്ന് വിഴിഞ്ഞത്തെ മോചിപ്പിച്ചതും നരേന്ദ്രമോദി സർക്കാരാണ്. രാഷ്ട്രീയ കേരളത്തിൽ ഇനിയും കുറെ അവാർഡിന് അർഹരായവരുണ്ട്. സമയപരിമിതി ഉള്ളതുകൊണ്ടും ദിവസേന പലതരം പെർഫോമൻസ് എല്ലാവരും പുറത്തെടുക്കുന്നതുകൊണ്ടും ബാക്കി പുരസ്കാരങ്ങൾ പിന്നെ കൊടുക്കാം. അപ്പോൾ അവാർഡ് ജേതാക്കൾക്ക് ആശംസകൾ. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.